പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണല്ലേ അത്. പ്രസവശേഷം അതിപ്പോ നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും സ്ത്രീകൾ ഒരുപാട് അപ്സ് ആൻഡ് ഡൗൺസിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. അവരുടെ ബോഡിയിലെ ഹോർമോൺസിൽ ഒത്തിരി വ്യതിയാനങ്ങൾ വരുന്നുണ്ട്. ഫിസിക്കലി ആണെങ്കിലും മെന്റലി ആണെങ്കിലും ഒരുപാട് സ്ട്രെസ്സിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ശരീരത്തിൽ ഒരുപാട് വേദനകൾ ഉണ്ടാവും, മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതുവരെ ഉണ്ടായിരുന്ന ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഒരു ഫുൾ സ്റ്റോപ്പ് പോലെ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വർക്ക് ചെയ്യാനും പോകാൻ പറ്റുന്നില്ല. ഫുൾ ടൈം കുഞ്ഞിലേക്ക് ഫോക്കസ് ചെയ്ത് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. സ്വയം കെയർ കിട്ടേണ്ട ഒരു സമയമാണ്. എന്നാൽ അതേസമയം കുഞ്ഞിനെ നന്നായിട്ട് കെയർ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയവും കൂടിയാണ്. അവരെ കൂടെ നിൽക്കുന്നവരോട് പറയാനുള്ള കാര്യങ്ങളാണ്. ഒന്ന് അറിയോ ഓക്കെ ഇടയ്ക്ക് അവരോടൊന്ന് ചോദിക്കാം. അപ്പൊ എല്ലാവരും കുഞ്ഞിന് പാല് കിട്ടുന്നുണ്ടോ, കുഞ്ഞിന് കരയുന്നുണ്ടോ, കുഞ്ഞ് ഓക്കെ അല്ലേ, കുഞ്ഞിന് പാല് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണം നീ കഴിക്കുന്നുണ്ടോ, അങ്ങനെ എല്ലാ കാര്യവും കുഞ്ഞിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. കൂടെ അമ്മമാരോടും കൂടി ചോദിക്കുക, നീ ഓക്കെ അല്ലേ, നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നീ മാനസികമായിട്ട് ഓക്കെ അല്ലേ. അതേപോലെ അവരെ കേൾക്കുക. എത്ര ചെറിയ കാര്യമാണ് അവർ പറയുന്നതെങ്കിലും എത്ര സീരിയസ് ആയിട്ടുള്ള കാര്യമാണെങ്കിലും അത് കേൾക്കുക, അവരെ സപ്പോർട്ട് ചെയ്യുക. ഞാനും പ്രസവിച്ചതല്ലേ, അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെയുള്ള സ്റ്റേജിലോട്ടൊക്കെ കടന്നു പോകുന്നവർ തന്നെയല്ലേ, നിനക്ക് മാത്രം എന്താ പ്രത്യേകത, അങ്ങനെയൊന്നും ചോദിക്കരുത്. കാരണം ഓരോരുത്തരുടെയും ശരീരവും മനസ്സും റിയാക്ട് ചെയ്യുന്നതും വരുന്ന ചേഞ്ചസും ഒക്കെ ഡിഫറെന്റ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ അഫക്ട് ചെയ്യാത്ത ഒരു ചെറിയ കാര്യം വരെ അവരെ വല്ലാണ്ട് അലട്ടുന്നുണ്ടാവും. അത് മനസ്സിലാക്കുക, അവരെ കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക.